റംസാൻ നിലാവ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പൊൻപ്രഭയിൽ വിരിഞ്ഞ സ്വർണ്ണ പരിശുദ്ധിയാൽ കാൽനൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി ഐശ്വര്യ ഗോൾഡ് പാലസ്. സംശുദ്ധ സ്വർണവും ലേറ്റസ്റ്റ് ഡിസൈനുകളും ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നു. ട്രഡീഷണൽ, മോഡേൺ, ഹാൻഡ്മെയ്ഡ്, ലൈറ്റ് വെയ്റ്റ് തുടങ്ങിയ നിരവധി ഡിസൈനുകൾ. വിവാഹ പാർട്ടികൾക്ക് അഡ്വാൻസ് ബുക്കിംഗിലൂടെ സ്പെഷ്യൽ പാക്കേജുകൾ. ഇനി ഓരോ മുഹൂർത്തങ്ങളും ഐശ്വര്യയോടൊപ്പം ആഘോഷമാക്കൂ. ഐശ്വര്യ ഗോൾഡ് പാലസ്, തൃശൂർ റോഡ്, എടപ്പാൾ, നന്നമ്മുക്ക് റോഡ്, ചങ്ങരംകുളം. ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സ് റമദാൻ ടെലിഗിസിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? ഷർഫിദ. ഷാഹിദ. ഷാഹിദ എവിടുന്നാണ്? തവളക്കുളം. ചോദ്യത്തിലേക്ക് കടക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഹിജറ പോകുമ്പോൾ നബിയുടെ സ്ഥാനത്ത് കിടത്തിയത് ആരെയായിരുന്നു? നബി ഹിജറക്ക് പോകുമ്പോൾ നബി കിടന്നിരുന്ന ആ കിടക്കുന്ന സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരാളെ കിടത്തി. അതാരായിരുന്നു? ഓപ്ഷൻസ്: 1 അലി റളിയല്ലാഹു അൻഹു, 2 ഹംസ റളിയല്ലാഹു അൻഹു, 3 ഉമർ റളിയല്ലാഹു അൻഹു. ഏതാണ് ശരിയായ ഉത്തരം? ഉമർ റളിയല്ലാഹു അൻഹു ആണോ? നബി ഹിജറ പോകുന്ന സമയത്ത് നബി കിടക്കുന്ന സ്ഥലത്ത് ഒരാളെ കിടത്തി. ഉമറാണോ? അതാവും. ഉറപ്പിക്കാം അല്ലേ? ഉറപ്പിക്കണോ ഷാഹിദ? ഉറപ്പിക്കാം അല്ലേ? നിങ്ങൾ പറഞ്ഞത് ഉമർ റളിയല്ലാഹു അൻഹു എന്നാണ്. എന്നാൽ ആ ഉത്തരം തെറ്റാണ്. അതെ, ശരിയായ ഉത്തരം അലിയാർ തങ്ങളല്ലേ? അലിയാർ തങ്ങളെയാണല്ലോ അവിടെ കിടത്തിയത്. അലിയാർ തങ്ങളെ ആ വിരിപ്പിൽ കിടത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശത്രുക്കളുടെ മുന്നിലൂടെ ഇറങ്ങിപ്പോയി. അതല്ല ചരിത്രം. സാരല്ല, വീണ്ടും വിളിക്കുക. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സ് റമദാൻ ടെലിഗിസിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? ഫസീല. എവിടുന്നാണ്? കാഞ്ഞിരമുക്ക്. ഫസീല എന്ത് ചെയ്യുന്നു? ഹൗസ് വൈഫ് ആണല്ലേ. റമദാനൊക്കെ എങ്ങനെയുണ്ട്? പോകുന്നിട്ടില്ലേ? അള്ളാഹു നമ്മൾ ചെയ്ത അമലൊക്കെ സ്വീകരിക്കട്ടെ. ചോദ്യത്തിലേക്ക് കടക്കാം. നബിയുടെ കഴുത്തിൽ ഒട്ടകത്തിന്റെ കുടൽമാല ചാർത്തിയത് ആരായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കഴുത്തിൽ ഒട്ടകത്തിന്റെ കുടൽമാല ചാർത്തിയത് ആരായിരുന്നു? ഓപ്ഷൻസ് പറയാം. ഉഖ്ബത്ത് ബിനു അബി മുഅയ്ത്ത്, അബ്ദുല്ലാഹി ബിനു റവാഹ, ഇക്രിമത്ത്. ഒന്നാമതാണല്ലേ? ഉഖ്ബത്ത് ബിൻ അബി മുഅയ്ത്ത് എന്നാണ് നിങ്ങൾ പറഞ്ഞ ഉത്തരം. ആ ഉത്തരം ശരിയാണ്. രണ്ടാമത്തെ ചോദിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോറ്റി വളർത്തിയ പിതാമഹൻ ആരായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോറ്റി വളർത്തിയ പിതാമഹൻ ആരായിരുന്നു? ഓപ്ഷൻ 1 അബൂ ത്വാലിബ്, 2 അബ്ദുൽ മുത്തലിബ്, 3 അബൂ ലഹബ്.
ആദ്യത്തെ ഓപ്ഷൻ എന്താ പറഞ്ഞേ? അബൂ താലിബ്. അബു താലിബ്. 2 അബ്ദുൽ മുത്തലിബ്, 3 അബൂ ലഹബ്. ഇതിൽ ഏതാണ് ശരി? അബു താലിബ്. അബൂ താലിബാണോ? ഉറപ്പിക്കാവോ? അല്ല, അബ്ദുൽ മുത്തലിബ്. അബ്ദുൽ മുത്തലിബ് ഉറപ്പിക്കാം. ആ ആ അബ്ദുൽ മുത്തലിബ് എന്നാണ് വസീല പറഞ്ഞിട്ടുള്ളത്. ആ ഉത്തരം ശരിയാണെന്ന് നോക്കാല്ലേ? ആ ആ നിങ്ങൾ പറഞ്ഞ ഉത്തരം അബ്ദുൽ മുത്തലിബ് എന്നാണ്. എന്നാൽ ആ ഉത്തരം ശരിയാണ്. ആ ഇനി മൂന്നാമത്തെ ചോദ്യം സമ്മാനത്തിലേക്കുള്ള ചോദ്യമാണ്. ആ സമ്മാനത്തിലേക്കുള്ള ചോദ്യമാണ്. തെറ്റിക്കാതെ ഉത്തരം പറയണം. ആയിക്കോട്ടെ, ഇൻഷാ അല്ലാഹ്. ഖദീജ ബീവി ജനിച്ചത് എന്നാണ്. ഖദീജ ബീവി ജനിച്ചത് എന്നാണ്. ഖദീജ ബീവി ജനിച്ചത് എന്നാണ്. അതെ അതെ. ഓപ്ഷൻസ്: ക്രിസ്താബ്ദം 554. ക്രിസ്താബ്ദം 555. ക്രിസ്താബ്ദം 556. ക്രിസ്താബ്ദം 555. 55 ഖദീജ ബീവി ജനിച്ചതാണ് കേട്ടോ. ക്രിസ്താബ്ദം 554. 54 ഖദീജ ബീവി 554 ജനിച്ചു എന്നാ പറഞ്ഞത്. 554 ആണോ, 55 ആണോ, 56 ആണോ? ഇനിയൊരു ഓപ്ഷൻ കൂടി കറക്കി കുത്ത് 56 ആയിക്കോട്ടെ. കറക്കി കുത്തി 56ലേക്ക് എത്തിക്കാം അല്ലേ? ആ ആ 56 ശരിയാവോ എന്നുള്ളത് ഇപ്പൊ നമുക്ക് നോക്കാം അല്ലേ? ശരിയാവട്ടെ. ശരിയാവട്ടെ. ശരിയായ ഒരു സമ്മാനം കിട്ടും അല്ലേ? ആ അതെ അതെ. ശരിയാവട്ടെ എന്നുള്ള പ്രാർത്ഥനയായിരിക്കും ഇപ്പൊ ഉണ്ടാവുക അല്ലേ? എന്താ ഉണ്ടാവുമെന്ന് അറിയില്ല. ശരിയാകോ ഇല്ല എന്നുള്ളത് അറിയില്ല. എന്നാലും നമുക്ക് നോക്കാം അല്ലേ? ആ അതെ അതെ, ഇൻഷാ അല്ലാഹ്. നിങ്ങൾ പറഞ്ഞത് 556 എന്നാണ്. ആ എന്നാൽ ആ ഉത്തരം ശരിയാണ്. ആ മാഷാ അല്ലാഹ്. സമ്മാനം ലഭിച്ചിട്ടുണ്ട് കേട്ടോ. ആ വീണ്ടും വിളിക്കുക. ഞങ്ങൾക്കൊക്കെ വേണ്ടി ദുആ ചെയ്യുക. അതങ്ങളെ ദ്വാലെ അങ്ങനെ ഉൾപ്പെടുത്താം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സ് റമദാൻ ടെലിക്സിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? ഷഹബാസ്. എത്രാം ക്ലാസ്സിലാണ് പഠിക്കണേ? 1ാം ക്ലാസ്സില്. 1ാം ക്ലാസ്സിലോ? ഉത്തരങ്ങളൊക്കെ പറയാൻ പറ്റുമോ മോനോ? ചോദ്യങ്ങളുടെ ഉത്തരങ്ങളൊക്കെ പറയാൻ മോനക്ക് സാധിക്കുമോ? അവിടെ ആരൊക്കെ ഉള്ളത് എല്ലാരെയും വിളിച്ച് അടുത്ത് നിർത്തൂട്ടോ. എന്നിട്ട് അവരോട് ചോദിക്കണം കേട്ടോ. ചോദ്യം ചോദിക്കട്ടെ. അബ്ദുൽ മുത്തലിബിന്റെ മാതാവിന്റെ ഗോത്രം ഏതാണ്? അബ്ദുൽ മുത്തലിബിന്റെ മാതാവിന്റെ ഗോത്രം ഏതാണ്? ഓപ്ഷൻസ്: 1 ബനു നജ്ജാർ, 2 ബനു ഹാഷിം, 3 ബനു ഖുറൈള. ഇതിൽ ഏതാണ് ശരിയായ ഉത്തരം? ഒന്ന് ബനു നജ്ജാർ, 2 ബനു ഹാഷിം, 3 ബനു ഖുറൈള. 2 ബനു ഹാഷിം ആണോ? ബനു ഹാഷിം ഉറപ്പിക്കാം. ബനു ഹാഷിം എന്നാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ആ ഉത്തരം തെറ്റാണ്. ശരിയായ ഉത്തരം ബനു നജ്ജാർ ആണ് കേട്ടോ. വീണ്ടും വിളിക്കുക. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം.
ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സ് റമദാൻ ടെലിവിഷനിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? ഷാമിൽ ഷാമിൽ എവിടുന്നാണ്? എടപ്പാൾ എടപ്പാൾ. ഷാമിൽ എന്ത് ചെയ്യുന്നു? പുലി 3ാം ക്ലാസ്സിൽ പഠിക്കുകയാണോ? ആ ചോദ്യം ചോദിക്കട്ടെ. ആ ഹാഷിമിന് ശേഷം മക്കയുടെ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയായിരുന്നു? ഹാഷിമിന് ശേഷം മക്കയുടെ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയായിരുന്നു? ഓപ്ഷൻ തരാം. അബ്ദുൽ മുത്തലിബ്, അബ്ദു മനാഫ്, ഹിഷാം. ഹാഷിമിന് ശേഷം മക്കയുടെ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയായിരുന്നു? അബ്ദുൽ മുത്തലിബ്, അബ്ദു മനാഫ്, ഹിഷാം. ഇതിലേതാണ് ശരിയായ ഉത്തരം? അബ്ദുൽ മുത്തലിബ്. അബ്ദുൽ മുത്തലിബ് എന്നാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ആ ഉത്തരം ശരിയാണ്. രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതാവ് ആമിന ബീവിയുടെ ഗോത്രം ഏതാണ്? 1 ബനു സുഹ്റ, 2 ബനു ഹദിയ്, 3 ബനു ഹനിയ്. ഏതാണ് ശരിയായ ഉത്തരം? ഓപ്ഷൻ 1 ബനു സുഹ്റ, 2 ബനു ഹദിയ്, 3 ബനു ഹനിയ്. ബനു സുഹ്റ. ബനു സുഹ്റ എന്ന ഉത്തരമാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ആ ഉത്തരം ശരിയാണ്. അടുത്ത ചോദ്യം ചോദിക്കട്ടെ. ബനു സുഹ്റ ഗോത്രത്തിന്റെ ബനു സുഹ്റ കുടുംബത്തിന്റെ നേതാവ് ആരായിരുന്നു? 1 കിലാബ്, 2 വഹബ്, 3 അബ്ദു മനാഫ്. ഒന്ന് കിലാബ്, 2 വഹബ്, 3 അബ്ദു മനാഫ്. നബിയുടെ ഉപ്പാപ്പന്മാരെ പഠിച്ചില്ലേ? അബൂഹു അബ്ദുല്ലാഹി അബ്ദുൽ മുത്തലിബ്, ഹാഷിമിൻ അബ്ദുൽ മനാഫിൻ മുന്തശിബ്, കുസൈ കിലാബും മുറത്തും കാബുൽ വൈ. അബ്ദുൽ മനാഫ്. അബ്ദു മനാഫ് എന്നാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ആ ഉത്തരം ഉറപ്പിക്കാം അല്ലേ? ഉറപ്പിക്കാം. അബ്ദു മനാഫ് എന്ന ഉത്തരം തെറ്റാണ്. ശരിയായ ഉത്തരം വഹബാണ് കേട്ടോ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. റംസാൻ നിലാവ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പൊൻപ്രഭയിൽ വിരിഞ്ഞ സ്വർണ്ണ പരിശുദ്ധിയാൽ 4 നൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി ഐശ്വര്യ ഗോൾഡ് പാലസ്. സംശുദ്ധ സ്വർണവും ലേറ്റസ്റ്റ് ഡിസൈനുകളും ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നു. ട്രഡീഷണൽ, മോഡേൺ, ഹാൻഡ്മെയ്ഡ്, ലൈറ്റ് വെയ്റ്റ് തുടങ്ങിയ നിരവധി ഡിസൈനുകൾ. വിവാഹ പാർട്ടികൾക്ക് അഡ്വാൻസ് ബുക്കിംഗിലൂടെ സ്പെഷ്യൽ പാക്കേജുകൾ. ഇനി ഓരോ മുഹൂർത്തങ്ങളും ഐശ്വര്യയോടൊപ്പം ആഘോഷമാക്കൂ. ഐശ്വര്യ ഗോൾഡ് പാലസ്, തൃശൂർ റോഡ്, എടപ്പാൾ, നന്നമ്മുക്ക് റോഡ്, ചങ്ങരംകുളം.